ഹോ അങ്ങനെ ഇന്നത്തെ ജിമ്മിലെ എക്സസൈസ് കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിച്ച്. എന്തായാലും ഇനി കുറച്ച് സമയം ടി വി കാണാം. ഇപ്പോൾ നമ്മളുടെ സിറ്റിയിൽ ഗോഡ്സില്ല എന്ന അതിഭയാനകമായ ഭീകരമായ ഒരു ജീവി സിറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ഇവൻ വല്ലാതെ ഡേഞ്ചറാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ആരും പുറത്തിറങ്ങാതെയും ഇരിക്കുക. എന്ത് ഗോഡ്സില്ലയോ? ഓ നോ, ഇത് നോക്ക് ഗൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഗോഡ്സില്ല. ഇത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ ആരും പുറത്ത് തന്നെ ഇറങ്ങരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഡേഞ്ചർ ആയിരിക്കും ഗൈസ്. ഓക്കെ, ഞാനെന്തായാലും പുറത്തിറങ്ങാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മളെ സിറ്റീനെ നമുക്ക് രക്ഷിക്കണം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇറങ്ങേണ്ടി വരുമോ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ നമ്മൾക്ക് ആരെങ്കിലും വിളിക്കാം ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ അയൺമാനെ വിളിച്ചാലോ ഗൈസ്. അപ്പൊ എന്താണ്, ഞാൻ വിളിക്കാൻ പോട്ടോ. ചടാ, ഇതെന്താണ് കോളും പോകുന്നില്ലല്ലോ ഗൈസ്. ഇതെന്താണ് ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ടു കോൾ അയൺമാൻ. ഇത് എപ്പോഴും വരുന്നുണ്ടല്ലോ ഗൈസ്. ഷടാ, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബിലേക്കും ചെയ്യും ഗൈസ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ കേട്ടോ വിളിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വിളിച്ചു നോക്കാം. ഓക്കെ, ഇപ്പം എന്തായാലും കോള് പോയിട്ടുണ്ട്. ഹലോ ഹലോ അയൺമാൻ. എന്താടാ ചാക്കേ? അതെ, പിന്നെ നീ എവിടെയാണുള്ളത്? ഞാനിതാ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയുടെ സിറ്റിയിലാണ്. നീ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് വാ. എന്താടാ? അതൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ പറയാം. ഓക്കെടാ, എന്താ വരുന്നു. ഓക്കെ ഗേസ്, ഞാൻ എന്താ അയൺമാനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയൺമാനോട് ഇവിടെ വന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, എനിക്കെന്തായാലും പേടിയാണ് അങ്ങോട്ടൊക്കെ പോകാൻ. ഓക്കെ എടാ, ഇവിടെ കാര്യമായിട്ടുള്ള സംഭവം നടക്കുമ്പോൾ നീ ഇവിടെ നിന്ന് ടി വി നോക്കുന്നു. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ജാക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടതുകൊണ്ടാണ് ഇപ്പം എന്നെ വിളിച്ചിട്ടുള്ളത്. എന്തോ ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് സോൾവ് ആക്കണമല്ലോ. ജാക്കേ 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 ജാക്കേ. അയൺമാൻ വന്നു തോന്നുന്നു ഗേസ്. ജാക്കേ. അയൺമാനെ, നീ വന്നോ? എന്താടാ, നീ എന്താണ് പറയാണ്ടെന്ന് പറഞ്ഞത്? വാ, മുകളിലോട്ടേക്ക് വാ, എന്നിട്ട് പറയാം. ഓക്കെടാ. അതെ അയൺമാനെ ഇന്നത്തെ പുതിയ ന്യൂസ് കണ്ടോ? ഇല്ല, എന്ത് ന്യൂസ്? അതെ, പിന്നുണ്ടല്ലോ, നമ്മളുടെ സിറ്റിയിൽ ഗോഡ്സില്ല എന്ന് പറഞ്ഞ ഒരു ഡ്രാഗനോ ഡൈനസറോ എന്തോ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഗോഡ്സില്ലയോ? അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതെ അതെ. അപ്പോൾ അതിനെ അയൺമാൻ തോൽപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അയൺമാനെ വിളിച്ചത്. ഓഹോ, അങ്ങനെയാണല്ലേ. ഞാൻ പോകുന്നു. ഓക്കെ അയൺമാൻ. ഇതാ ഗോഡ്സില്ല, ഞാൻ വരുന്നു. യെസ്. ചേടാ, ഈ ഗോഡ്സില്ല എവിടെ ഉണ്ടാവും ഗൈസ്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. അതെന്താണ് ഗൈസ്? ഒരു മിനിറ്റ്, അതാണോ ഗോഡ്സില്ല? ഇതെന്താണ്, ഇത് അത്ര വലുതൊന്നല്ലോ. ഇത് എനിക്ക് കണ്ടിട്ട് അത്ര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പൊ ഇതാണോ? അയ്യേ, ഇതെന്ത്, ഇത് കുട്ടിയാണല്ലോ. അയ്യോ 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 അയ്യോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അത് തീ തുപ്പുന്ന ഗൈസ്. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? അത് ചെറുതാണെങ്കിലും ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. അയ്യോ, തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഷടാ, ഇതിപ്പോ ആരാണ് വിളിക്കുന്നേ? ഷടാ, ഇത് ജാക്കാണല്ലോ. ഹലോ ജാക്കേ, എന്താടാ? അതെ അയൺമാൻ, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട്. എടാ, ഇവൻ എന്താണ്? അതാ വരുന്നു. എന്താ ജാക്കേ, എന്താണ്? അതെ, പിന്നുണ്ടല്ലോ, ഇതാ ഈ ന്യൂസ് നോക്കിയൊന്ന്. എന്താണ്? ഈ ഗോഡ്സില്ല എന്ന ഭീകരമായ ജീവിയുടെ പിന്നിൽ ഏതോ ഒരു സയന്റിസ്റ്റിന്റെ കൈയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേട്ടോ? അതെ കേട്ടു. ഈ ഗോഡ്സില്ല ഉണ്ടാകാൻ കാരണം നമ്മളുടെ സയന്റിസ്റ്റ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാട്ടോ. എന്താണ്? ഇതിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാട്ടോ. അയ്യോ, അപ്പൊ നമ്മളുടെ സയന്റിസ്റ്റ് ആയിരുന്നു അല്ലേ ഇതിനൊക്കെ കാരണം? എന്തായാലും ഇത് സയന്റിസ്റ്റ് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി ആയിരിക്കില്ല. എന്തെങ്കിലും പരീക്ഷണം ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റിയതായിരിക്കാം. ഓക്കെ, എന്തു പറഞ്ഞാലും നമുക്ക് നമ്മളെ സയന്റിസ്റ്റിനെ രക്ഷിക്കണം ഗൈസ്. ഓക്കെ, ഞാൻ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ സയന്റിസ്റ്റ് ഉണ്ടാവുമോന്ന് അറിയില്ല ഗൈസ്. ഓക്കെ, സയന്റിസ്റ്റേ ഷടാ, എവിടെ പോയി ഗൈസ് ഈ സയന്റിസ്റ്റ്? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ ഒരാളുണ്ടല്ലോ ഗൈസ്. ചേട്ടാ. അയൺമാനോ? അതെ, ഞാൻ അയൺമാനാണ്. ഇവിടുത്തെ സയന്റിസ്റ്റ് എവിടെ പോയി? അത് ഇന്ന് രാവിലെ കുറച്ച് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പിടിച്ചോണ്ട് പോയിന്ന് തോന്നുന്നു.
ഓഹോ അങ്ങനെയാണല്ലേ. അയ്യോ നമ്മളെ സയന്റിസ്റ്റിനെ പോലീസ് പിടിച്ചേ. അയ്യോ പെട്ടെന്ന് പോട്ടെ ഗൈസ്. ഞാൻ ഓക്കെ നമ്മളപ്പതാ പോലീസ് സ്റ്റേഷന് എത്താറായിട്ടുണ്ട്. ഓക്കെ അതെ സാറുമാരെ. ആ അയൺമാൻ എന്താണ്? അതെ നിങ്ങളൊരു സയന്റിസ്റ്റിനെ അറസ്റ്റ് ചെയ്തില്ലേ? അയാൾ കാരണമാണ് ഇപ്പോൾ നമ്മളെ സിറ്റിയിൽ ഗോഡ്സില്ല വന്നിട്ടുള്ളത്. അയാൾക്ക് ഗോഡ്സിലെ തുരത്താനുള്ള മരുന്നും അറിയാം. ഞാൻ എന്തായാലും അയാളെ രക്ഷിക്കുന്നുണ്ടേ. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നീ എന്നെ ജയിലിൽ പോകണം. ഓക്കെ ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം. അതെ സയന്റിസ്റ്റ് ആ അയൺമാൻ. സയന്റിസ്റ്റ് വാ. ഓ താങ്ക് യു അയൺമാൻ. പെട്ടെന്ന് വാ സയന്റിസ്റ്റ്, പെട്ടെന്ന് വാ. അതെ പിന്നുണ്ടല്ലോ സയന്റിസ്റ്റേ, നീ കാരണല്ലേ ഇവിടെ ഇപ്പോ ഈ ഗോഡ്സില വരാൻ കാരണം. ആ അതെ അയൺമാൻ, പക്ഷേ ഞാൻ അതിന് മരുമരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ എന്തായാലും നീ ആ മരുമരുന്ന് താ. ഇതാ അയൺമാൻ, പിടിച്ചോ. ഓ താങ്ക് യു. അപ്പൊ എന്തായാലും സയന്റിസ്റ്റേ വീട്ടിൽ പോയിക്കോളട്ടോ. യെസ് ഗൈസ് ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളെ മരുമരുന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഗോഡ്സിലും അവിടെ തന്നെ ഉണ്ടല്ലോ ഗൈസ്. പിന്നെ ഇവിടുന്ന് അനങ്ങളൊന്നും ഇല്ലേ ഗൈസ്. അപ്പൊ ഞാൻ ഓടുന്നു, അവന്റെ ദേഹത്തേക്ക് ഈ മരുന്ന് ഒഴിക്കുന്നു. ഓക്കെ പിടിച്ചോ ഗൈസ്. ഞാനപ്പതാ അവന്റെ ദേഹത്തേക്ക് മരുമരുന്ന് ഒഴിച്ചിട്ടുണ്ട്. ഓ അവന് ചെറുതായി ഗൈസ്. ശരി ഇതാണോ മരുന്നിന്റെ പ്രത്യേകത. ഓ അവൻ തീ തുപ്പുന്നുണ്ട് ഗൈസ്, പക്ഷെ നമ്മളെ ദേഹത്തേക്കൊന്നും കൊള്ളുന്നില്ല. ഓക്കെ എടാ ഗോഡ്സില്ല, ആരാടാ എന്നെ ഇങ്ങനെ ചെറുതാക്കിയത്? അത് ഞാനാണ്. നീ ഈ സിറ്റിയെ നശിപ്പിക്കാൻ നോക്കിയില്ലേ? പിടിച്ചോ. പിടിച്ചോ. അങ്ങനെ ഗോഡ്സില്ല നശിച്ചു ഗൈസ്. പുതിയ വാർത്ത. പുതിയ വാർത്തയോ? എന്ത് വാർത്തയാണ്? ഗോഡ്സിലയെ അയൺമാൻ തോൽപ്പിച്ചതായി അറിയിക്കുന്നു. അയൺമാൻ തോൽപ്പിച്ചോ? ജാക്കേ അയൺമാൻ വന്നോ? അയൺമാൻ അതാ നീ ന്യൂസിൽ വന്നിട്ടുണ്ട്. ഓ ഞാൻ ന്യൂസിൽ വന്നോ? താങ്ക് യു അയൺമാൻ. എന്തായാലും സിറ്റിയെ രക്ഷിച്ചതിൽ നിന്നോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ ജാക്കേ, അപ്പൊ ഞാൻ എന്തായാലും പോവാട്ടോ. പക്ഷേ ഗോഡ്സില്ല പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്ന് വാർത്ത. ഗോഡ്സിലെ പൂർണ്ണമായും നശിച്ചിട്ടില്ലെന്നോ? ഷടാ ഇനിയിപ്പോ എന്തോ വരാനുണ്ടല്ലോ.